സിൽവർ ക്ലൗഡിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അവിടെ പോയി കഴിഞ്ഞൊരു പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. അവിടെ എന്നൊരു ഊര് ഒരു പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ദേവിനുള്ളിൽ കയറുമ്പോൾ ചുമരുകളിൽ സെറ്റപ്പ്. അതാണ് നമ്മുടെ കഥാനായകൻ. നല്ല രസം. സെറ്റപ്പ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓ കിട്ടില്ലും മാത്രമേ. ഓ സൂപ്പർ സൂപ്പർ സെറ്റപ്പ്. കണ്ണാടിയുടെ സമാധാനം. സോഫ ഇതെന്തോ ഇരിക്കുന്നുണ്ട്. വേറെ റൂമ്, അവിടെ അഡീഷണൽ ബെഡ്, സോഫ, ഫാൻ, എ സി, ഒരു മുതുക്ക് ടി വി ഗൈസ്. മുതുക്ക് ടി വി ഞാൻ കണ്ടിട്ട് ബാത്റൂമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. നോക്കണം ബാത്റൂം തുറന്ന് എൻ്റെ അമ്മേ. ഇവിടെ കിടന്ന് പറഞ്ഞാൽ നോക്കണ സ്ഥലട്ടോ. സെറ്റപ്പായി കുളിക്കാനായിട്ട്. ഓ ഇതിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഇതല്ല. നല്ല ബാത്റൂം. അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാം, സുഖമായിട്ട് അങ്ങനെ ഇരിക്കണം. എന്താണ് ചെയ്യാം. സെറ്റപ്പാണ് ഗൈസ്. തള്ളന്നല്ലേ പിന്നെ സമാധാനം. എ സി ഇട്ടില്ലെങ്കിൽ ഇവിടുത്തെ കൊണ്ട് എ സി ഓഫ് ചെയ്താണെന്നറിയില്ലേ. സെറ്റപ്പ് അതിൻ്റെ എന്തൊക്കെയില്ല. ഓക്കെ ഗൈസ്, സംഭവം പഠിച്ചെടുത്ത് കൊണ്ടുപോയി ഗൈസ്. അവിടെ എന്തോ പൊട്ടി ഗൈസ്. അവിടെ എന്തോ പൊട്ടി പക്കെന്ന് പറഞ്ഞ സൗണ്ട് കിട്ടും. പുതിയ കുപ്പി മേടിച്ച് കൊണ്ടുപോയി ഒക്കെയാണ് പൊട്ടിയത്. തീർച്ചയായിട്ടും ഇവിടെ എന്തോ ചെറിയൊരു റൂമാണ്. എന്തുകൊണ്ട് കിട്ടുക. അയ്യോ കക്കൂസ ചെറുത്. ഇത് ചെറുത് ഒരെണ്ണം. ഇത് ചെറുത്, അപ്പുറത്തുള്ള മീഡിയം, ഇപ്പുറത്തുള്ള ഹൈ റേഞ്ച്. അങ്ങനെ 3 ടൈപ്പ് ബാത്റൂമുള്ള സ്ഥലമാണ്. സെറ്റായില്ലേ. ഇത് ഞാൻ വാഴ ഊർജല്ലാണ്. അല്ല ഡ്യൂപ്ലിക്കേറ്റ് വൈസ് സെറ്റ് സ്ഥലം. ഇങ്ങനെ അവിടെ ഇറങ്ങിപ്പോകുമ്പോൾ ഗൈസ് അവിടെ എന്തോ സെറ്റപ്പ്. ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനും കഥ പറയാനൊക്കെയുള്ള സെറ്റപ്പുള്ള സ്ഥലം. അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പിള്ളേർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് മണവാളൻ. ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. എന്തെങ്കിലും തിന്നട്ടെ.